വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ലക്ഷദ്വീപ് വിഷയം വന്നതോടെ ആകെ പെട്ടിരിക്കുന്നത് കേരളത്തിലെ ബി.ജെ.പി. നേതാക്കളാണ്. പ്രത്യേകിച്ചും ചാനൽ ചർച്ചകളിലാണ് ബി.ജെ.പി. നേതാക്കൾ ഇത്തരത്തിൽ പെടുന്നത്. ലക്ഷദ്വീപ് വിഷയത്തിൽ നടക്കുന്ന ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ബി.ജെ.പി. നേതാക്കളാണ് അഭിലാഷിന്റെയും അരുണിന്റെയും ഷാനിയുടെയും ഒക്കെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പെട്ടുപോകുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ ബി.ജെ.പി. പ്രതിനിധികൾ ചാനൽ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന്റെയും അവർക്ക് ഉത്തരം മുട്ടുന്നതിന്റെയും ഒക്കെ വീഡിയോകൾ നാം കണ്ടതാണ്. ആ ഗണത്തിലേക്ക് മറ്റൊരു വീഡിയോ കൂടി വന്നിരിക്കുകയാണ്. ഇത്തവണ റിപ്പോർട്ടർ ചാനലാണ് സംഭവം. റിപ്പോർട്ടർ ചാനലിൽ കഴിഞ്ഞ ദിവസം നടന്ന ചാനൽ ചർച്ചയിൽ പങ്കെടുത്തത് ഐഷ സുൽത്താനയും ബി.ജെ.പി. പ്രതിനിധിയായി പങ്കെടുത്തത് എസ് സുരേഷുമായിരുന്നു. ചർച്ചയിൽ ലക്ഷദ്വീപിലെ ബി.ജെ.പിയുടെ നിലപാടിനെ നല്ലപോലെ ചോദ്യം ചെയ്ത അവതാരകൻ നികേഷ് കുമാർ ഒടുവിൽ എസ് സുരേഷിനോട് ഒരു കാര്യം ചോദിച്ചു. ഇങ്ങനെ പേടിച്ചുള്ള ജീവിതം വേണോ മോനെ എന്ന സന്ദേശം സിനിമയിൽ തിലകൻ ശ്രീനിവാസനോട് ചോദിച്ച പോലെ കേരളത്തിലെ ബി.ജെ.പിക്കാരോട് ഇങ്ങനെ പേടിച്ചുള്ള ജീവിതം വേണോ എന്നായിരുന്നു നികേഷിന്റെ ചോദ്യം. പക്ഷേ നികേഷിന്റെ ചോദ്യം കേട്ടതും എസ് സുരേഷിന്റെ ഫോൺ ഉടനെ തന്നെ കട്ടാവുകയായിരുന്നു. ഫോൺ കട്ടായ കാര്യം എസ് സുരേഷ് നികേഷിനെ അറിയിച്ചു. പേടിച്ച് ഒരു ജീവിതം വേണോ എന്ന് ചോദിച്ചപ്പോൾ എസ് സുരേഷിന്റെ ഫോൺ കട്ടായി പോയത്രേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നികേഷ് കുമാർ ഈ സെഗ്മെന്റ് അവസാനിപ്പിക്കുന്നത്. ഏതായാലും എസ് സുരേഷിന്റെ ഫോൺ കട്ടായതിൽ ഒരു അസ്വാഭാവികതയുണ്ട് എന്നാണ് നികേഷ് അവസാനമായി പറഞ്ഞ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഏതായാലും ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിൽ പ്രചരിക്കുകയാണ്. നികേഷിന്റെ ചോദ്യം കേട്ടതും ബി.ജെ.പി. നേതാവ് എസ് സുരേഷിന്റെ ഫോൺ കട്ടായതും തമ്മിൽ ഒരു അസ്വാഭാവികത ഇല്ലേ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. കൂടാതെ ലക്ഷദ്വീപ് വിഷയത്തിൽ കേരളത്തിലെ ബി.ജെ.പി. നേതാക്കൾ ന്യായീകരണങ്ങൾ നടത്താൻ ഏറെ ബുദ്ധിമുട്ടുന്നുണ്ടെന്നും ന്യായീകരിക്കാൻ പോലും വാക്ക് കിട്ടാതാവുന്നതോടെയാണ് ഇത്തരത്തിൽ ഫോൺ കട്ടാവുന്നതെന്നുമാണ് ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിൽ അറിയിക്കുന്നത്. ഏതായാലും ലക്ഷദ്വീപ് വിഷയത്തിലുള്ള ചാനൽ ചർച്ചകളിലെ ബി.ജെ.പി. പ്രതിനിധികളുടെ ഇത്തരം നീക്കങ്ങൾ ലോക്ക്ഡൌൺ കാരണം വീട്ടിലിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അല്പം കൗതുകം നിറക്കുന്നുണ്ട്. ഏതായാലും നികേഷ് കുമാറിന്റെ ആ ചോദ്യവും എസ് സുരേഷിന്റെ ഫോൺ കട്ടായതുമായ ആ വീഡിയോ ഞങ്ങൾ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ ചേർക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.